ഹേ ഗൈസ്, ഐഫോൺ 16ൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സാംസങ് ഗാലക്സി S23 ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് കാണിക്കുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ അടുത്ത് S23 ഉണ്ട്, ഐഫോൺ 16 ഉണ്ട്, അപ്പോൾ എന്തായാലും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ കമ്പാരിസൺ ഹെവി കമ്പാരിസൺ ഒന്നും ആവില്ല. ഞാൻ ഇവിടെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടൊന്നും ഞാൻ അധികം പറയാൻ പോകില്ല. സ്പെസിഫിക്കേഷനെ പറ്റി അറിയണമെങ്കിൽ GSM Arena പോയി കഴിഞ്ഞാൽ S23 എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷന്, ഐഫോൺ 16 എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. ആദ്യം ഡിസ്പ്ലേ ക്വാളിറ്റിനെ പറ്റി പറയാൻ വെച്ചാൽ ഐഫോൺ 16 23 സൂപ്പർബ് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. മൾട്ടിമീഡിയ കണ്ടൻസൊക്കെ കാണാൻ നല്ലൊരു ഫോണാണ്. പക്ഷേ ഐഫോൺ 16 ചെറിയൊരു പ്രശ്നം വന്നത് ഇതിൻ്റെ ഡൈനാമിക് ഐലൻഡാണ്. ഇപ്പോൾ ഞാൻ അത്ര അധികം ഐഫോൺ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ ഡൈനാമിക് ഐലൻഡ് ഒരു 4-5 ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലൈക്ക് മൾട്ടിമീഡിയ കണ്ടൻസൊക്കെ വലിയ കാണാന്ന് വെച്ചാൽ എൻ്റെ ശ്രദ്ധ ആ ഡൈനാമിക് ഐലൻഡിലേക്കായിരുന്നു പോയിരുന്നത് അധികം. പക്ഷേ ഇപ്പോൾ ഒരു 4-5 ദിവസം യൂസ് ചെയ്തപ്പോൾ ഞാൻ യൂസ് ടു ആയി. പക്ഷേ 4-5 ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മൾട്ടിമീഡിയ കണ്ടൻസ് കാണാൻ. പിന്നെ അതേമാതിരി ഔട്ട്ഡോർ വിസിബിലിറ്റീനെ പറ്റി നോക്കുകയാണെന്ന് വെച്ചാലും എനിക്ക് S23 കാട്ടും കുറച്ചും കൂടി ബ്രൈറ്റ്നസ് ഐഫോൺ 16 എനിക്ക് പേഴ്സണലി തോന്നിയത്. ഐഫോൺ 16 60 Hz റിഫ്രഷ് റേറ്റ് ആയതുകൊണ്ട് ഞാൻ S23 120 Hz റിഫ്രഷ് റേറ്റിലാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഐഫോൺ 16 വന്നപ്പോൾ 60 Hz റിഫ്രഷ് റേറ്റ് ആയതുകൊണ്ട് ഫോൺ ഭയങ്കരമായിട്ട് സ്ലോവും ഭയങ്കരമായിട്ട് ലാഗ് മാതിരി തോന്നിച്ചിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് 3 മണിക്കൂറായിട്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് യൂസ് ടു ആയി. വേറെ ഒരു ആൻഡ്രോയിഡ് ഫോണും ഞാൻ സൈഡ് ബൈ സൈഡ് യൂസ് ചെയ്തില്ല, വെറും ഐഫോൺ 16 യൂസ് ചെയ്തത്. അപ്പോൾ 3 മണിക്കൂർ യൂസ് ചെയ്തപ്പോൾ 60 Hz വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഇപ്പോൾ ഞാൻ സൈഡ് ബൈ സൈഡ് 120 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു ഫോൺ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ എനിക്ക് ചെറുതായിട്ടൊന്ന് ലാഗും സ്ലോ ഡൗൺസൊക്കെ തോന്നിക്കും. പിന്നെ എൻ്റെ S23 ഉണ്ടല്ലോ, അതിലെനിക്ക് ഭയങ്കര പുവർ ബാറ്ററി ലൈഫാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഈ ജൂലൈൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ 120 Hz റീഫ്രഷ് റേറ്റിലാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഐഫോൺ 16 യൂസ് ചെയ്യുന്നുണ്ടല്ലോ സൈഡ് ബൈ സൈഡ്. അപ്പോൾ ഞാൻ S23 60 Hz വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ബാറ്ററി ലൈഫിൽ. അപ്പോൾ എന്തായാലും ബാറ്ററി ലൈഫ് എനിക്ക് അത്ര കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 120 Hz റീഫ്രഷ് റേറ്റിന് 60 Hz വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 60 Hz ഡിഫെൻഡ് ചെയ്യല്ല. ഇപ്പോൾ ഐഫോൺ 16 80,000 ലോഞ്ച് പ്രൈസ്. 80,000 വെറും 60 Hz റിഫ്രഷ് റേറ്റ് കൊടുക്കുന്നത് ഒരിക്കലും ആർക്കും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈവൻ 10,000 ആൻഡ്രോയിഡ് ഫോൺ ഹാസ് 120 Hz റിഫ്രഷ് റേറ്റ്. അപ്പോൾ ഞാൻ ഡിഫെൻഡ് ചെയ്യല്ല. ഇപ്പോൾ S25 S23 S24 നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയാന്ന് വെച്ചാൽ ഈ ലേറ്റസ്റ്റായി ഇറങ്ങിയ S25 ഇപ്പോൾ സാംസങ് സിലിക്കൺ കാർബൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു 6000 mAh ബാറ്ററി അല്ലെങ്കിൽ 5000 അറ്റ്ലീസ്റ്റ് 5000 mAh ബാറ്ററി കൊടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഐഫോണിനെ നന്നായിട്ട് ബാഷ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും സാംസങ് പഴയ ലിഥിയം അയൺ 4000 സംതിങ് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് S25. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അതിലിപ്പോൾ ഒരു 4 to 4.5 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ ഒരു 5 to 5.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ടാവും. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് അതിലൊരു 4 to 4.5 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടുള്ളൂ. ബിറ്റ്വീൻ S23 ആൻഡ് ഐഫോൺ 16 ഇൻ ദ ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റ് ആരാണ് വിന്നർ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർലി S23 ഇസ് ദ വിന്നർ. ബിക്കോസ് 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഡൈനാമിക് ഐലൻഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മൾട്ടിമീഡിയ കണ്ടൻസൊക്കെ നന്നായിട്ട് കാണാനും പറ്റും. പിന്നെ ബ്രൈറ്റ്നസ് കുറച്ച് കുറവാണ് ഐഫോൺ 16 കാട്ടും കുറച്ച് കുറവാണ് S23. നമുക്ക് ഔട്ട്ഡോർ കണ്ടീഷൻസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പോൾ സ്പീക്കർ ക്വാളിറ്റിനെ പറ്റി പറയാൻ വെച്ചാൽ ഞാൻ വിന്നർ ആദ്യം തന്നെ പറയാം, ഐഫോൺ 16 വിന്നർ. ബിക്കോസ് രണ്ടിലത്തെ സ്പീക്കർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പീക്കറാണ്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ലൗഡ്നെസ്സിലായിക്കോട്ടെ, ഡെപ്തിലായിക്കോട്ടെ, ബേസിലായിക്കോട്ടെ, ഇതിലൊക്കെ നമ്മുടെ ഐഫോൺ 16 വിന്നർ. ഇതിൻ്റെ ഐഫോൺ 16 സ്പീക്കർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. S23 മോശമാണെന്നല്ല പറയണത്. പക്ഷേ ഇപ്പോൾ എന്നോട് മാർക്ക് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഒരു 10 മാർക്ക് കൊടുക്കാൻ പറ്റും എനിക്ക് ഐഫോൺ 16 സ്പീക്കേഴ്സ്. അതേസമയത്ത് സാംസങ് ഗാലക്സി S23 സ്പീക്കറിന് മാർക്ക് കൊടുക്കാൻ വെച്ചാൽ ഒരു 7 out of 10 എനിക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും. അത്രയും നല്ല സ്പീക്കറാണ് ഐഫോൺ 16. ഐ എം സീരിയസ്ലി വെരി ഇംപ്രസ്ഡ് വിത്ത് ദ ഐഫോൺ 16 സ്പീക്കേഴ്സ്. ഹാപ്റ്റിക് ഫീഡ്ബാക്കിനെ പറ്റി പറയാന്ന് വെച്ചാൽ എനിക്കൊരു കമൻറ്റ് ഒന്നുണ്ടായിരുന്നു, ഞാൻ ഫോണിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഫോണിൻ്റെ കമ്പാരിസണൊക്കെ ചെയ്യുമ്പോൾ ഹാപ്റ്റിക് ഫീഡ്ബാക്കിനെ പറ്റിയിട്ടും കൂടി ഒന്ന് പറയാൻ. ഞാൻ ഇതുവരെ പറയാറില്ല, പക്ഷേ ഇന്നോട്ട് തുടങ്ങാം.
ഇപ്പോൾ ഐഫോൺ 16 ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. ആ സൗണ്ട് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഒക്കെ ആ ഗ്രെന്ന് പറഞ്ഞിട്ട് വരില്ലേ, ആ സംഭവം എനിക്ക് ഐഫോൺ 16 ഭയങ്കര ഇഷ്ടം. പിന്നെ S23 കുഴപ്പമില്ല, പക്ഷേ കമ്പയർഡ് ടു S23 16 ഫീഡ്ബാക്കാണ് ബെറ്റർ. ഇനിയിപ്പോൾ പെർഫോമൻസിനെ പറ്റി പറയാന്ന് വെച്ചാൽ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. കുറേ കാലമായി കുറേ യൂട്യൂബേഴ്സ് രണ്ട് ഫോണും തമ്മിലും കമ്പയർ ചെയ്യില്ലേ, ബെഞ്ച് മാർക്ക് കമ്പയർ ചെയ്യുമ്പോൾ ആൻറ്റുടു ബെഞ്ച് മാർക്ക് വെച്ച് കമ്പയർ ചെയ്യും. പക്ഷേ ഓൾറെഡി ആൻറ്റുടുവിൻ്റെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട് ആൻഡ്രോയിഡിൻ്റെയും iOSൻ്റെയും പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ആൻറ്റുടുയുടെ വെബ്സൈറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നാലും കുറേ യൂട്യൂബേഴ്സ് ആൻറ്റുടുവിൻ്റെ iOS വേഴ്സസ് ആൻഡ്രോയിഡ് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഗിഗ് ബെഞ്ച് സ്കോർ കമ്പയർ ചെയ്യുക, വൈൽഡ് ലൈഫ് സ്ട്രെസ് ടെസ്റ്റ് കമ്പയർ ചെയ്യുക. ഇതെന്തുകൊണ്ടാണ് ആൻറ്റുടു ബെഞ്ച് മാർക്ക് അവർ കമ്പയർ ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഡേ ടു ഡേ പെർഫോമൻസ് നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യില്ലേ, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ട്വിറ്റർ, അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. അത് രണ്ട് ഫോണിൽ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ഒരു കുഴപ്പമില്ല, ഒരു ലാഗും ചിട്ടറും ഒന്നും കാണാൻ കിട്ടില്ല. ഇപ്പോൾ ഗെയിമിങ്ങിനെ പറ്റി പറയാന്ന് വെച്ചാൽ നമുക്ക് 60 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റിനുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇവിടെ ഐഫോണിൽ നമുക്ക് ഏത് ഗെയിം എടുത്താലും മാക്സിമം സെറ്റിങ്സ് കിട്ടും. പക്ഷേ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ്സിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് നമുക്ക് സ്റ്റേബിളായിരിക്കും. ഓക്കെ, സ്റ്റേബിളായിട്ട് 60 FPS കളിക്കാൻ പറ്റും. 23 നമുക്ക് നല്ല ഹൈ സെറ്റിങ്സിൽ ഗെയിംസോ കളിക്കാൻ പറ്റും, പക്ഷേ പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. പക്ഷേ ഐഫോൺ 16 അത്ര പെട്ടെന്ന് ചൂടാവില്ല. അതാണ് എനിക്ക് കാണാൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസ് രണ്ടും ഓക്കെയാണ്. പക്ഷേ റോ പെർഫോമൻസ് ഏതിൻ്റെയാണ് നല്ലത് ചോദിച്ചു കഴിഞ്ഞാൽ ഐഫോൺ 16. റോ പെർഫോമൻസ് പറ്റി ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഐഫോൺ 16 ഈസ് ദ ക്ലിയർ വിന്നർ. അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഐഫോൺ 16 വിന്നർ കൊടുക്കാം അല്ലേ. പിന്നെ AI പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ ക്ലിയർലി ഞാൻ ഇപ്പോൾ തന്നെ പറയാം, സാംസങ് ഈസ് ദ ക്ലിയർ വിന്നർ. മീൻസ് ഐഫോണിൽ നമുക്ക് AI കുറേ ഓപ്ഷൻസൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ അത്ര മെച്യൂർ ആയിട്ടില്ല. ഇപ്പോഴും ബീറ്റ മോഡലാണ് വർക്ക് ചെയ്യണ മാതിരിയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ സാംസങ്ങിൽ AI കുറച്ചുകൂടി മെച്യൂർ ആയിട്ടുണ്ട്. പക്ഷേ ഡേ ടു ഡേ ടാസ്കിൽ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ AI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാംസങ് ഗാലക്സി S23 ഈസ് ദ ക്ലിയർ വിന്നർ. കോൾ ക്വാളിറ്റീനെ പറ്റി പറയാന്ന് വെച്ചാൽ രണ്ടിലും നമുക്ക് നല്ല കോൾ ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. രണ്ടിലും ഞാൻ BSNLൻ്റെയും ജിയോൻ്റെ സിമ്മൊക്കെ വെച്ചിട്ട് കോൾ ചെയ്ത് നോക്കിയിരുന്നു. എനിക്ക് ഇതുവരെ നെറ്റ്വർക്കിൽ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷേ കോൾ റെക്കോർഡിങ്ങിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ സാംസങ് ഗാലക്സി S23 നമുക്ക് വിതൗട്ട് വാർണിംഗ് കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ഐഫോൺ 16 നമുക്ക് കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും, പക്ഷേ വാർണിംഗ് പോവും. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് സാംസങ്ങിനാണ് വിന്നർ പറയാൻ പറ്റുള്ളൂ, ബിക്കോസ് ഓഫ് ദ കോൾ റെക്കോർഡിംഗ്. വിത്തൗട്ട് വാർണിംഗ് കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബാറ്ററീനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇത് അത്ര ലോജിക്കൽ കമ്പാരിസൺ ആവില്ല. ഇതിൽ ഞാൻ ആരുടെയും വിന്നർ കൊടുക്കണില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S23 2 വർഷത്തോളം ആയി. എൻ്റെ ബാറ്ററി ഒക്കെ നന്നായിട്ട് കുറഞ്ഞു. ഇപ്പോൾ അത്ര 91% ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നത്. ബാറ്ററി ഗുരുവും പിന്നെ അക്യൂ ബാറ്ററി പറഞ്ഞ ആപ്ലിക്കേഷനിൽ വെച്ച് നോക്കിയപ്പോൾ ഇവിടെ 91% എൻ്റെ സാംസങ് ഗാലക്സി S23 ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നത്. അതേസമയത്ത് ഐഫോൺ 16 ഇപ്പോൾ പുതിയത് ഇറങ്ങിയതാണ്, 100% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ സ്ക്രീൻ ഓൺ ടൈം പറയാന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും പറയാം. എൻ്റെ യൂസേജിൽ സാംസങ് ഗാലക്സി S23 എനിക്ക് 3.5 to 4 hours അത്രയാണ് ബാറ്ററി സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത്. എനിക്ക് ഒരു ദിവസത്തിൽ 2 തവണയെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരും. അതേ സമയത്ത് ഐഫോൺ 16 എനിക്ക് ഒരു 7.5 to 8 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 100% ചാർജ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് രാത്രി ഒരു 9 മണിയാവുമ്പോഴേക്കും ഒരു 18%, 20% ബാക്കി ഉണ്ടാവും ബാറ്ററി. അത്രയ്ക്ക് നല്ലൊരു ബാറ്ററി ലൈഫാണ് എനിക്ക് കിട്ടുന്നത് ഐഫോൺ 16. എനിക്ക് ഓർമ്മയുണ്ട് S23 ഞാൻ പുതിയതായി മേടിച്ചപ്പോൾ എനിക്കൊരു 6.5 hours to 7 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടിയിരുന്നു. ഈ ബാറ്ററി പഴയതായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര കുറവ് ബാറ്ററി ലൈഫ് കിട്ടുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ സാംസങ് എന്തൊക്കെ ചെയ്തു എന്നറിയില്ലല്ലോ, അതുകൊണ്ട് ബാറ്ററി ലൈഫ് ഇപ്പോൾ തീരെ മോശമാണ് എൻ്റെ S23. ഇനിയിപ്പോൾ ക്യാമറ ക്വാളിറ്റീനെ പറ്റി പറയാന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം. S23 എടുത്തതും ഐഫോൺ 16 നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ബിക്കോസ് സാംസങ്ങിൽ കുറച്ച് സാച്ചുറേറ്റഡ് ആയ ഫോട്ടോസാണ് എടുക്കുന്നത്, ഐഫോണിൽ കുറച്ച് നാച്ചുറലായ ഫോട്ടോസാണ് എടുക്കുന്നത്. പക്ഷേ ഐഫോണിൽ നമുക്ക് വിവിഡ് മോഡിൽ വെച്ചിട്ടും കുറച്ച് സാച്ചുറേറ്റഡ് ആയ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പം ഞാൻ എൻ്റെ ചോയ്സ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ
ചിലപ്പോൾ ആ ചോയ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല. ഞാൻ കുറേ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ക്യാമറ ക്വാളിറ്റി നല്ലതെന്ന് പറയണത്. നിങ്ങൾ ജഡ്ജ് ചെയ്യുക ക്യാമറ ക്വാളിറ്റി നോക്കിയിട്ട്. അതുകൊണ്ട് ഞാൻ ജഡ്ജ് ചെയ്യാൻ പോകില്ല. ഇപ്പോൾ ഞാൻ പറയാന്ന് വെച്ചാൽ എനിക്ക് iPhone 16 ക്യാമറയാണ് ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് എനിക്ക് കുറച്ച് നാച്ചുറൽ ലുക്കിംഗ് ഫോട്ടോസാണ് ഇഷ്ടം. കോൺട്രാസ്റ്റി ആയ ഫോട്ടോസ് ലൈക്ക് ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് എടുത്ത ഫോട്ടോസൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് കളർസൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് S23 ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്നത്. അതേ സമയത്ത് iPhone 16 ഡെഡിക്കേറ്റഡ് ആയ ടെലിഫോട്ടോ ലെൻസ് ഇല്ല. പക്ഷേ നമുക്ക് പോർട്രേറ്റ് മോഡിൽ പോയി 1x ആൻഡ് 2x ഡീഫോൾട്ടായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടി സൂം ആക്കി കഴിഞ്ഞാൽ നമുക്ക് 3x മോഡും കൂടി കിട്ടും. അപ്പോൾ 3x ഫോട്ടോസ് എടുക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് നാച്ചുറൽ ലുക്കിംഗ് ഫോട്ടോസാണ് ഐഫോണിൽ വരുന്നത്. പക്ഷേ ഡെഡിക്കേറ്റഡ് ആയ ടെലിഫോട്ടോ ലെൻസ് ഉള്ളതുകൊണ്ട് S23 കുറച്ചുകൂടി നന്നായിട്ട് ഡീറ്റെയിൽ ആയി കാണാൻ പറ്റുക. ഓക്കെ, അതേ സമയത്ത് 1x ആൻഡ് 2x ഫോട്ടോസ് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് iPhone 16 ഫോട്ടോസിലാണ് കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയി കാണാൻ കിട്ടുന്നത്. അപ്പോൾ ആ ഡിഫറൻസൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് കുറച്ച് കോൺട്രാസ്റ്റി ഫോട്ടോസാണോ ഇഷ്ടം അതോ നാച്ചുറൽ ലുക്കിംഗ് ഫോട്ടോസാണോ ഇഷ്ടം, അതിനനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാൻ കണ്ടതിൽ 90% ഓഫ് ദ പീപ്പിൾക്ക് കോൺട്രാസ്റ്റി ഫോട്ടോസാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ S23 അറ്റാക്ക് ചെയ്യല്ല, S23 ഫോട്ടോസും കുറേ പേർക്ക് ഇഷ്ടമാണ്. അത് അവരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. എനിക്ക് S23 ഫോട്ടോസൊക്കെ ഇഷ്ടം തന്നെയാണ്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി നാച്ചുറൽ ലുക്കിംഗ് ഫോട്ടോസാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ iPhone 16 എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണത്. അൾട്രാ വൈഡ് ക്യാമറേനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ അൾട്രാ വൈഡ് ക്യാമറയിൽ നല്ല ഫോട്ടോസ് തന്നെയാണ് രണ്ട് ഫോണിലും എടുക്കുന്നത്. പക്ഷേ ഞാൻ iPhone 16 ഡിസപ്പോയിൻറ്റഡ് ആയത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, സത്യം പറയാലോ. S23 10 MP ആയാലും ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിൽഡ് ആൻഡ് ഷാർപ്പ് ഇമേജസാണ് വരുന്നത്. ഇനിയിപ്പോൾ ഏതാണ് വിന്നർ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് സത്യത്തിൽ പറയാൻ പറ്റില്ല. ബിക്കോസ് അവനവൻ്റെ ചോയ്സാണ്. ഇപ്പം എനിക്ക് കുറച്ച് നാച്ചുറൽ ലുക്കിംഗ് ഫോട്ടോസാണ് ഇഷ്ടം. ചിലപ്പോൾ കുറേ പേർക്ക് കോൺട്രാസ്റ്റിക് ലുക്കിംഗ് ഫോട്ടോസാണ് ഇഷ്ടം, കുറച്ച് വിവിഡായ ഫോട്ടോസാണ് ഇഷ്ടം. ഫ്രണ്ട് ക്യാമറേനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് ഫ്രണ്ട് ക്യാമറ സാംസങ് ഗാലക്സി S23 ഈസ് ദ വിന്നർ. ബാക്ക് ക്യാമറ നിങ്ങൾക്ക് ചൂസ് ചെയ്യുക. പിന്നെ ടെലിഫോട്ടോ ലെൻസിനെ പറ്റി പറഞ്ഞില്ലേ, 3x ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആൻഡ് ഷാർപ്പ് ഇമേജസാണ് കിട്ടുന്നത് ഇൻ ദ ഡേ ലൈറ്റ് കണ്ടീഷൻസ്. പക്ഷേ iPhone 16 3x നമുക്ക് പോർട്രേറ്റ് എടുക്കാൻ പറ്റും, പക്ഷേ S23 അത്ര ഡീറ്റെയിൽ ഇമേജസ് കിട്ടില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് യൂസിങ് S23 ആൻഡ് iPhone 16 സൈഡ് ബൈ സൈഡ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. കുറേ പേർക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.